ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുടി എങ്ങനെ ഓയിൽ ചെയ്യാം എന്നുള്ളതാണ്. എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെയാണ് ഓയിൽ ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവരും അവരുടേതായ രീതിയിലുള്ള എണ്ണ തേക്കലൊക്കെ ആയിരിക്കും. ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് എണ്ണ തേക്കുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉലുവയും കഞ്ഞിവെള്ളവും ചേർത്തൊരു മിക്സ്, അത് കുറച്ച് കൂടുതൽ പേര് കണ്ടു, കുറച്ച് കൂടുതൽ കമൻസ് ഒക്കെ കിട്ടി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അതുപോലെ നിങ്ങൾ ഇനി എന്നെ മോട്ടിവേറ്റ് ചെയ്യണം, എൻകറേജ് ചെയ്യണം, പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാൻ, യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അപ്പം നിങ്ങളിത് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ. അപ്പം നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്, എല്ലാവരെയും നമ്മുടെ ഫാമിലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഞാൻ ആ ഉലുവ കഞ്ഞിവെള്ളം ഹെയർ പാക്കിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ എനിക്കൊരു പുതിയ കമൻറ്റ് കിട്ടി. അപ്പോൾ ഞാനത് വായിക്കുകയാണ്. നദിയ മാഗ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കമൻറ്റ്, ഒരു സജഷൻ പോലെ വന്നതാണ്. ഇംഗ്ലീഷിലാണ് ഇട്ടേക്കുന്നത്. ആള് മലയാളിയാണോ എന്ന് എനിക്ക് അറിയില്ല. സോ ഐ എം നോട്ട് ദാറ്റ് ഗുഡ് ഇൻ ഇംഗ്ലീഷ്, ബട്ട് ഐ ട്രൈ ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ് ഫോർ ഹർ. ഓക്കെ. Nice hair sis, thank you. Can you make a video of applying oil on your hair heavily and do head massage? Also make global hairstyle below your neck in oily hair without using hairpin or hairband and show it by turning back. Upload in full video without fast forward. എന്നാണ് കമൻറ്റ് വന്നേക്കുന്നത്. ഐ എം സോ ഗ്ലാഡ് ദാറ്റ് യു ഹാവ് ഗിവൺ എ സജഷൻ ഫോർ മീ, എ കമൻറ്റ് ഫോർ മീ, ആൻഡ് ഇറ്റ്സ് ലൈക്ക് പ്രൈസ്ലെസ്. ഐ എം ഗെറ്റിംഗ് എ കമൻറ്റ് ഓൺ മൈ വീഡിയോ ആസ് ഐ എം എ സ്റ്റാർട്ടർ, ആൻഡ് റിയലി താങ്ക് യു Nadia Magna, and I am here to do a video of oiling my hair, and I think it will be helpful for you. And I am doing this in my own ways of massaging my head and oiling my hair. And I am using here, the oil I am using is coconut oil. People use different oils, like preferably like coconut oil, some other oils like the trendingly the rosemary oil and all those things, but I am using coconut oil. And also suggested like to apply oil on your hair heavily, but we can't do heavily. It's for everything there's a proportion, right? The correct amount we have to apply, so we can't apply it like heavily. So like the correct amount I'll apply. Okay. അപ്പം നമ്മൾ എണ്ണ തേക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കാരണം ഞാൻ സെൽഫ് ഫിൽമിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, വേറെ ആരും വീഡിയോസൊന്നും എടുത്തു തരാനില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ആദ്യം മുടി അഴിച്ചിട്ട് ചെയ്യുന്നത് എണ്ണ തേക്കലല്ല ചെയ്യുന്നത്. ആദ്യം മുടി അഴിച്ചിട്ട് എണ്ണയല്ല തേക്കുന്നത്. നമ്മൾ ആദ്യം മുടി ഡീറ്റാങ്കിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. മുടിയുടെ ചെടയൊക്കെ ഒന്ന് അഴിക്കുക, കെട്ടഴിക്കുക, ജട എന്നാണ് ഞാൻ പറയുന്നത്, കെട്ടഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യമേ ഇങ്ങനെ വലിച്ചൂരി വരാതെ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഈ എൻസിൽ നിന്നിങ്ങനെ കൈ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ വൈഡ് ടൂത്ത് കോംസ് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. നല്ല ചീപ്പിൻ്റെ പല്ലിനൊക്കെ നല്ല വിടവുള്ള പല്ലുണ്ടെങ്കിൽ ഉള്ള ചീപ്പുകളാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ താഴേയും ഇങ്ങനെ ഡീറ്റാങ്കിൾ ചെയ്ത് ജട കളഞ്ഞ് ഇങ്ങനെ മുകളിലോട്ട് വരികയാണ് ചെയ്യുക. എൻ്റെ മുടിയിലിപ്പോൾ അത്ര ജട ഇല്ല, പക്ഷേ പെട്ടെന്ന് ജട പിടിക്കുന്നൊരു മുടിയാണ് എൻ്റേത്. അപ്പം നിങ്ങളുടെ ഹെയർ എങ്ങനത്തെയാണെന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കും കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. ഓയിൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മുടി ഓയിൽ ചെയ്യുന്നതിന് മുന്നേ മുടി ചീവണം നന്നായിട്ട്. കൈ കൊണ്ടാണെങ്കിൽ നമുക്ക് അത്ര മുടി പൊട്ടലുണ്ടാവില്ല. ചിലപ്പം ചീപ്പും കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മുടിക്ക് പൊട്ടലുണ്ടാവും. അപ്പം മുടി കൊഴിയുന്നുണ്ട്, ഇതാണ്. അതുപോലെ ഈ സൈഡും കൂടി ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ മുടി ഓയിൽ ചെയ്ത് കഴിഞ്ഞിട്ട്, എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് മുടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആകും, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പണ്ടൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ അത് മാറ്റി. കാരണം നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുമ്പോൾ നമ്മൾ അതിലേക്ക് വേണമല്ലോ മാറാൻ. അപ്പോൾ എൻ്റെ മുടിയിൽ ഇപ്പോൾ അധികം അത്ര ജടയില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡീറ്റാങ്കിൾ ചെയ്ത് കഴിഞ്ഞു.
അപ്പം ഞാനിവിടെ ഹെയർ ഓയിലിംഗ് ചെയ്യുകയാണ്. അപ്പോൾ ഓയിലിംഗ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. അത് ഇപ്പോൾ നമ്മളൊരു മഴയൊന്നുമില്ല, കുറച്ച് വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒന്ന് സൂര്യപ്രകാശത്തിൽ വെച്ച് ആ എണ്ണ ഒന്ന് കുറച്ച് ചൂടാക്കി, ഭയങ്കര ചൂടാക്കരുത്, ചെറിയൊരു ഇളം ചൂടിൽ തലയിൽ തേക്കുവാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു പാത്രത്തിനകത്ത് വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് എണ്ണ ഇറക്കി വെച്ച് ചെറിയ ചൂടോടെ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. എന്നിട്ട് നന്നായിട്ട് തലയൊട്ടിയിലും തലയുടെ സ്കാൽപ്പിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുറത്തൊക്കെ പോയി വെയിലൊക്കെ കൊണ്ടുവന്ന പാടും നമ്മുടെ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നതിനോട് അത്ര ഒരു നല്ല അഭിപ്രായമല്ല എനിക്ക്. കാരണം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്ത് തലയിലെ വിയർപ്പൊക്കെ മാറിക്കഴിഞ്ഞിട്ട് വേണം നമ്മൾ തലയിൽ എണ്ണ അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട്. ഞാനിപ്പോൾ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത് ഒന്ന് കട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പം ഈ വീഡിയോ വേണ്ടവർക്ക് വേണമെങ്കിൽ 1.5x 2x ഒക്കെ കാണാവുന്നതാണ്. അപ്പം നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ വേഗം കണ്ടു തീർക്കാവുന്നതാണ്. കാരണം ഞാനിത് കട്ട് ചെയ്താണ് ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ തല മുൻപോട്ടിട്ടിട്ട് ആണ് തലമുടിയെല്ലാം മുന്നോട്ടിട്ടിട്ടാണ് തലയിൽ എണ്ണ തേക്കുന്നത്. കാരണം അതാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ മുൻപോട്ടിട്ടിട്ട് നന്നായിട്ട് തല എണ്ണ തേച്ച് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തല നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുന്നോട്ടിട്ട് ഇരുഭാഗങ്ങളിലായിട്ട് മുടിയിട്ടിട്ട് പിന്നെ അത് നന്നായിട്ട് ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തലമുടിയുടെ താഴെയായിട്ട് ചെറിയൊരു പൊട്ട് പോലത്തെ സാധനങ്ങൾ, കായ് പോലത്തെ സാധനങ്ങൾ, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. കായ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടതൊന്ന് കത്രിക വെച്ച് മുറിച്ച് കളഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മുടി കയ്യിലെ എണ്ണയിലേക്ക് മുക്കിയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി വളരാനും സ്പ്ലിറ്റ് എൻഡ്സും മറ്റേ കായൊക്കെ പിടിച്ച് മുടി വളരാതിരിക്കുന്നതിനൊക്കെ പ്രതിരോധിക്കാനും മുടി കുറച്ചും കൂടി നന്നായിട്ട് വളരാനൊക്കെ ആയിട്ട് സഹായിക്കും. അങ്ങനെയാകുമ്പം നല്ല നീട്ടം വയ്ക്കും. കാരണം മുടി ഇങ്ങനെ വളർച്ചയില്ലാതെ ഇരിക്കാൻ ഒരു കാരണമാണ് സ്പ്ലിറ്റ് എൻഡ്സും മറ്റേ കായ് പോലത്തെ സംഭവങ്ങൾ. അതുകൊണ്ട് നമ്മൾ അറ്റത്തോട്ട് നന്നായിട്ട് മുടി എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ മുടിക്ക് കുറച്ച് നീട്ടമുള്ളവരൊക്കെ മുടിയുടെ താഴ്ഭാഗങ്ങളിലോട്ടൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. അപ്പോൾ ഈ എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും.
മുടിയിൽ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമ്മളിനി കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മുടിയിൽ പെട്ടെന്ന് ജലദോഷം വരുന്നതിനാണെങ്കിൽ അധികം നേരം ഒന്നും വെക്കണ്ട, അല്ലെങ്കിൽ ഞാനൊരു അരമണിക്കൂർ ഒക്കെ വെക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി നന്നായിട്ടല്ല ലൂസായിട്ട് പിന്നെ കെട്ടി വെക്കണം, അല്ലെങ്കിൽ മുടി ചുരുട്ടി വെക്കുകയും ചെയ്യാം. എന്നവർക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ. അപ്പോൾ നമ്മൾ ഓയിലിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പൂ യൂസ് ചെയ്ത് കഴുകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് താളിയിലയോ കഞ്ഞിവെള്ളമോ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴുകാം. അപ്പം നിങ്ങളുടെ അടുത്ത് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഹോസ്റ്റലിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു മൈൽഡ് ഷാമ്പൂ യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാവുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു, പുതിയ കമൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.